നമസ്കാരം. ഞാൻ ഇന്നിവിടെ ചേന കൊണ്ടൊരു ഉപ്പേരിയാണ് തയ്യാറാക്കുന്നത്. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ചേനയുടെ കഷ്ണങ്ങൾ ഇടുകയാണ്. ഞാൻ എത്രയും വേണ്ട വെച്ചാൽ ഇടാം കേട്ടോ. ഇതൊക്കെ അവരടുത്തുള്ള ഇഷ്ടത്തിനനുസരിച്ച് ഇടാം. പിന്നെ ഞാൻ അതിലേക്ക് 1/2 ടീസ്പൂണാണ് കേട്ടോ മഞ്ഞൾപ്പൊടി ഇടുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഉപ്പൊക്കെ അവരടുത്തിൻ്റെ പാകത്തിനനുസരിച്ച് ഇട്ടുള്ളൂ കേട്ടോ. ഞാനിവിടെ ഒരു 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ. പിന്നെ പാകത്തിന് വെള്ളം വെച്ചാൽ നമ്മൾ കഷ്ണം എടുക്കുമല്ലോ, കഷ്ണത്തിൻ്റെ പകുതിക്ക് മതി വെള്ളം, കൂടുതൽ വേണ്ട. കഷ്ണത്തിൻ്റെ പകുതി, കഷ്ണം മുഴുവനായിട്ട് മുങ്ങണ്ട, പകുതി വെച്ചിട്ട് വെള്ളം മതി. കാരണം ചേനയിൽ നിന്ന് വെള്ളം അല്ലെങ്കിൽ ഊറ്റി കളയേണ്ടി വരും നമ്മൾ. ഇനി ഞാൻ ഇത് അടച്ച് വയ്ക്കുകയാണ് കേട്ടോ. അടച്ചിട്ട് ഞാനിത് അടുപ്പത്ത് വയ്ക്കുകയാണ്. അപ്പോൾ അത് നമ്മുടെ ചേന വെന്തുണ്ട് കേട്ടോ, നന്നായി വെന്തിരിക്കുന്നു. പിന്നെ ചേനയുടെ കഷ്ണം വെട്ടണത് ഇത് ഇങ്ങനെ വെട്ടുമ്പോൾ അതിന് കുറച്ചും കൂടി ടേസ്റ്റ് കിട്ടും കേട്ടോ. അങ്ങനെ വെട്ടിക്കോളൂ. അപ്പോൾ അത് നന്നായി വെന്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ വെള്ളം കണ്ടു, കുറച്ച് വെള്ളം വെച്ചിട്ടുള്ളൂ, എന്നിട്ടും വെള്ളം കൂടുതലായി. ഇനിയിപ്പോൾ ഞാനിത് ഒന്ന് അരിപ്പയിലേക്ക് ഊറ്റിയെടുക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. നമുക്ക് വറവിടണമല്ലോ. അപ്പോൾ നമ്മൾ ചീനച്ചട്ടിയിൽ എണ്ണ ഒഴിച്ചു. അപ്പോൾ ഞാൻ ആദ്യം ഇടുന്നത് 2 വറ്റൽമുളകാണ്. 2 എണ്ണാട്ടോ ഇട്ടക്കുന്നത്. പിന്നെ ഞാൻ ഒരു 5 പച്ചമുളകാണ് ഇട്ടിട്ടുണ്ട്. പിന്നെ 2 തണ്ട് കറിവേപ്പില, ഇതൊന്നായി വെക്കട്ടോ. അപ്പോൾ നമ്മുടെ മുളകും കറിവേപ്പിലയും ആയിട്ട് അതിലേക്ക് ഞാൻ ഒരു ചുള വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്. ഇനി ഒന്ന് നന്നായി ആയി വരട്ടോ. അപ്പം നമ്മുടെ വെളുത്തുള്ളി ഇവിടെ പാകമായി വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് 1.5 സ്പൂണ് മുളക് പൊടി ആയിട്ട് ഇടുന്നത്. ഈ മുളക് പൊടി മൂത്താൽ നമുക്ക് കഷ്ണം ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ആയി വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഞാൻ തീ കൂട്ടി കൊടുക്കുന്നുണ്ട് കേട്ടോ. തീ കൂട്ടിയിട്ടാണ് ഇളക്കുന്നത്. ഇനി ഒന്ന് ചെറുതായിട്ട് അതിൻ്റെ വെള്ളം ഒന്ന് വലിഞ്ഞോട്ടെ. അപ്പോൾ നമ്മുടെ ഉപ്പേരിയിലെ വെള്ളമൊക്കെ വലിഞ്ഞിട്ട് കേട്ടോ. നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റുകയാണ് ഞാൻ. അപ്പോൾ നമ്മുടെ ചേനപ്പേരി ഇവിടെ ശരിയായിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ 2 വിസിലാണ് എടുത്തത്. അതുകൊണ്ട് കുറച്ച് വേവ് കൂടിയിട്ടുണ്ട്. ഇവിടെ എല്ലാവർക്കും അതാണ് ഇഷ്ടം. അപ്പോൾ നിങ്ങൾ 1 വിസിൽ വന്നാൽ വാങ്ങിക്കോളൂ കേട്ടോ. അപ്പോൾ ഇനി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ എഴുതണം. എന്നാൽ നമുക്കിനി അടുത്ത വീഡിയോ കാണാം. താങ്ക് യു.